ഈ യാത്ര മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനമായ പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥം ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ്. ഡൽഹിയിലെ പ്രഗതി മൈതാൻ്റെ അടുത്താണ് ഈ സ്ഥലം. ഇതിന് പാണ്ഡവക്കോട്ട അല്ലെങ്കിൽ പുരാനക്കില എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ അത് സന്ദർശിക്കാനാണ് നമ്മളിന്ന് പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പിന്നെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാഗ് മുതലായവ വെക്കാനുള്ള സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഇന്ത്യക്കാർക്ക് 30 രൂപയാണ് ചാർജ്. പാണ്ഡവർക്ക് കിട്ടിയ 5 ഗ്രാമങ്ങളിൽ പെട്ടതായിരുന്നു ഖാണ്ഡഭവനം. ആ കാട് വെട്ടിത്തെളിച്ച് അവർ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം ഈ കോട്ട നിൽക്കുന്ന സ്ഥലത്തായിരുന്നു എന്നാണ് അനുമാനം. ഇതിന് പുരാനക്കില എന്നും പാണ്ഡവകില എന്നും പേരുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഉള്ളിലേക്ക്, അതായത് ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പോകാനുള്ള ഇപ്പോഴത്തെ പ്രധാന ഒരു പ്രവേശന കവാടം ഇത് തന്നെയാണ്. ഇതിന്റെ പേരാണ് ബഡ ദർവാജ. ഇത് കൂടാതെ മറ്റ് 2 കവാടങ്ങൾ കൂടി ഈ കോട്ടയ്ക്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ബഡ ദർവാജ എന്ന് പറഞ്ഞാൽ വലിയ വാതിൽ എന്നാണ് അർത്ഥം. ഈ പേരിന് യോജിച്ച തരത്തിലുള്ള ഒരു വാതിൽ തന്നെയാണത്. അത് നല്ല കൂറ്റൻ എന്താ പറയാ മരപ്പാളികളെ കൊണ്ട് ഇരുമ്പ് ചട്ടയെല്ലാം പിടിപ്പിച്ച് നല്ല ബലവത്താക്കിയ വാതിലാണ്. അങ്ങനെ നമ്മൾ ആ കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ബോർഡ് കാണാം. അതിൽ ഈ കോട്ടയെ പറ്റിയിട്ടും ഈ ബഡ ദർവാസയെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ മനോഹരമായ ഒരു ഉദ്യാനം ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിറച്ച് പുൽത്തകിടിയും മരങ്ങളും അതുമാതിരി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കോട്ട എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ചുറ്റളവിൽ 300 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം എടുക്കും ഈ ഈ കൊത്തളങ്ങളെല്ലാം കണ്ടുവരണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സന്ദർശകർക്ക് വായിച്ചറിഞ്ഞ് എവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ സൈൻ ബോർഡിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കി വായിച്ച് മുന്നോട്ട് പോവാം. ഇതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ഓരോ വഴികളുണ്ട്. 2 സൈഡിലേക്കും പോയാൽ മറ്റേ 2 പ്രധാന കവാടങ്ങളാണ് ഉള്ളത്. അപ്പോൾ 3 കവാടങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തു കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. മറ്റേ 2 കവാടങ്ങൾ കാണാനുണ്ട്. അത് രണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൂടെ ഇപ്പം ആർക്കും പ്രവേശനമൊന്നുമില്ല. നമ്മളിപ്പോൾ പോണത് കില ഇ ഖുന എന്ന് പറഞ്ഞൊരു മസ്ജിദ് കാണാനാണ്. ആ മസ്ജിദിന്റെ നിർമ്മിതി ചുവന്ന കല്ലുകളെ കൊണ്ടാണ്, സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുമാതിരി ഈ മസ്ജിദിന്റെ നേരെ മുന്നിൽ തന്നെ മനോഹരമായ ഒരു പുൽത്തകിടിയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഉദ്യാനം കാണാം നമുക്ക്. ഇവിടെ നോക്കിയാൽ ഭാരതീയ ശില്പകലയും അതുമാതിരി അറേബ്യൻ ശില്പകലയും കൂടി ചേർന്നതാണ് ഇതിന്റെ നിർമ്മിതി. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഭാഗത്തൊക്കെ ഭാരതീയ ശില്പകലയായിട്ട് ബന്ധപ്പെട്ട ആ താഴികക്കുടം അതുമാതിരി താമര പോലുള്ള ചിഹ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു വാതിൽ കാണാം. ഇതാണ് മോസ്കിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വാതിൽ. നല്ല കട്ടിയുള്ള മരത്തില് ഇരുമ്പ് ചട്ടകൾ പഠിപ്പിച്ചാണ് ഈ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോ അടച്ചിട്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല. അപ്പം നമ്മൾ മസ്ജിദിനെ ചുറ്റി വരികയാണ്. ഇവിടെ ഇതിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡും കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് മോസ്കിന്റെ മറുവശം. ഇവിടെ പ്രധാനമായിട്ട് 5 കവാടങ്ങൾ നമുക്ക് കാണാം. ഈ 5 പ്രവേശന കവാടവും എന്താ പറയുക, തുറന്ന നിലയിലാണ്. ഇതിന്റെ മുന്നിലായിട്ട് വിശാലമായ ഒരു മുറ്റുണ്ട്. ഈ മുറ്റത്ത് വൃത്താകൃതിയിൽ ഇഷ്ടികകളെ കൊണ്ട് കെട്ടിയ ഈ ഭാഗത്താണ് ഇവിടെ എന്താ പറയുക, ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ആൾക്കാർക്ക് കയ്യും കാലും കഴുകി ശുദ്ധാക്കാനുള്ള ഒരു അറേഞ്ച്മെന്റാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടൊരു കിണറും ഉണ്ട്. അവിടെ നിന്നാണ് ഇതിനുള്ള വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ കാണുന്ന കമാനങ്ങളിലൊക്കെ വെള്ളം മാർബിളൊക്കെ പതിപ്പിച്ച് കുറച്ച് രൂപമാറ്റമൊക്കെ ഒരു വരുത്തിയിട്ടുണ്ട്.
ഉള്ളിലൊക്കെ നല്ല ഇരുട്ടാണ്. ഇത് അറേബ്യൻ മാതൃകയിൽ മാർബിൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് നമുക്ക് താമരയും നക്ഷത്ര ചിഹ്നങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഡോം ആദ്യം ഉണ്ടായിരുന്ന കെട്ടിടത്തിന് മുകളിൽ പിന്നീട് നിർമ്മിച്ച പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ അനുഭവപ്പെടുക. ഇതൊക്കെ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ എത്ര കാലപ്പഴക്കം ചെന്ന നിർമ്മിതികളാണെങ്കിലും ഇതിനൊന്നൊരു കോട്ടം സംഭവിച്ചിട്ടില്ല. നല്ല കനത്ത തൂണും അതുമാതിരി കമാനങ്ങൾക്കൊന്നും ഇപ്പോഴും നല്ല ബലാണ്. ഇവിടെ ഒരു വാതിലും ഇടുങ്ങിയ പടികളോട് കൂടിയ ഒരു വഴിയും കാണാൻ പറ്റും. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ മുറ്റത്തിന്റെ താഴെയായിട്ട് കുറെ തകർന്ന കോട്ടാവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടേക്കാണ് പോണത്. നമ്മൾ നേരത്തെ പറഞ്ഞ കിണറാണ് ആ കാണുന്നത്. ഇപ്പൊ കമ്പി വലയൊക്കെ ഉപയോഗിച്ചിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ആ 5 കവാടും അതുമാതിരി മുകളിലത്തെ ഡോമും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഇവിടെ കാണാനില്ല. അപ്പൊ ഈ ആൾക്കാരുടെ പിന്നാലെ നമ്മൾ ഇറങ്ങി പോവുകയാണ് അവിടേക്ക്. ഇവിടെയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കൂറ്റൻ തൂണുകളുടെ പൊട്ടിപ്പൊളിഞ്ഞ കുറെ അവശിഷ്ടങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താണോ ഏതാണോന്നും അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മണ്ണിനടിയിലേക്ക് ചില ഭാഗങ്ങൾ കാണാൻ പറ്റും. വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. നല്ല ഇരുട്ടുമാണ് ഉള്ളിലൊക്കെ. ഏതായാലും മുന്നോട്ട് നടക്കുകയാണ്. പക്ഷെ പുറമേ കാണുന്ന ഒരു ബലക്ഷയം അകത്ത് കാണുന്നില്ല. ആ കമാനങ്ങൾക്കും ആ കനത്ത തൂണുകൾക്കും ഒക്കെ ഇപ്പോഴും നല്ല ബലാണ്. മുന്നോട്ടൊക്കെ ഇത് തന്നെയാണ് കേട്ടോ, ഒരേപോലെയുള്ള നിർമ്മിതികൾ തന്നെയാണ്. നിറച്ച് കമാനാണ് ഇവിടെയൊക്കെ. ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നത് അടഞ്ഞു പോയൊരു തുരങ്കത്തിന്റെ മുഖമാണ്. ഇവിടെയുള്ള പല തുരങ്കങ്ങളും മണ്ണിനടിയിലൂടെ സഞ്ചരിച്ച് യമുന നദിക്കരയിൽ എത്തുവരുന്നു എന്നാണ് പറയുന്നത്. ഈ കോട്ടയ്ക്ക് ശത്രുക്കളിൽ നിന്നും ആക്രമണം നേരിടുമ്പോൾ ഒളിച്ചു താമസിക്കാനും അതുപോലെ രക്ഷപ്പെടാനും മറ്റുമായി പല ഭാഗങ്ങളിലും ഇതുപോലെ തുരങ്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട അതേ തുരങ്കം തന്നെയാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ ഒരു റൂം കാണാം നമുക്ക്. ഇപ്പൊ ഇവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. ഈ കല്ല് അമ്പലത്തിന്റെ ഒരു അവശിഷ്ടം പോലെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു തുരങ്കത്തിന്റെ മുഖം കാണാം. ഇതും രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് വേണം കരുതാൻ. നമ്മൾ ഇതിന്റെ അടുത്തായിട്ട് വേറൊരു കോട്ട കണ്ടു. അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ അത്ര കുതിരകളെയും ആനകളെയും അതുപോലെ ഒട്ടകങ്ങളെയും ഒക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. 2 വരികളിലായിട്ടാണ് ഈ കോട്ടയുള്ളത്, അതുമാതിരി 2 നിലകളിലും. ഈ ഭാഗത്ത് ഇപ്പോൾ താഴെയുള്ള നില മാത്രമേ ഉള്ളൂ. മുകളിലത്തെ നിലയൊക്കെ
തകർന്നു പോയതായിരിക്കാം. ഇവിടെ ഈ മൃഗങ്ങളെ നോക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാനും അവർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും ഇവിടെ കാണാം. ഇവിടെയൊക്കെ നല്ല കനത്ത തൂണുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മിതിക്കുന്ന ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. അവിടുന്ന് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ തകർന്നു പോയിരിക്കുകയാണ്. ഇതിന്റെ മുകൾ ഭാഗമൊക്കെ തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ ധാരാളം പൂമരങ്ങളും വേപ്പ് പോലുള്ള വലിയ മരങ്ങളൊക്കെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ ഭാഗത്ത് എത്തിയ. ഇവിടെ നിന്നും കുറച്ച് മാറി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ക്രിസ്തുവിന് മുമ്പുള്ള മൗര്യ കാലഘട്ടത്തിലെയും കുശാന കാലഘട്ടത്തിലെയും അതുപോലെ ഗുപ്ത കാലഘട്ടത്തിലെയും പല അവശിഷ്ടങ്ങളും KSA ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ബോർഡിൽ വിശദമായിട്ട് അവർ എഴുതിയിരിക്കുന്നത്. ഇത് ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ സാമൂഹിക അടുക്കള പണ്ട് കാലത്തെ, അതുമാതിരി ടെറാക്കോട്ട ഇരുന്നുകളെ കൊണ്ട് പണിത കിണർ, പിന്നെ വിഗ്രഹങ്ങൾ, ക്ഷേത്രാവശിഷ്ടങ്ങൾ, അതുമാതിരി കളിമൺ പാത്രങ്ങൾ, പണ്ടത്തെ മൺപാത്രങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടുന്ന് കുഴിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഇവിടെ ഒരു ബോർഡിൽ റിംഗ് വെല്ലും അതുമാതിരി ഹൗസ് കോംപ്ലക്സും, ഇതൊക്കെ കുശാന കാലത്തെ ഹൗസ് കോംപ്ലക്സ്, അതുമാതിരി മൗര്യ കാലഘട്ടത്തിലെ റിംഗ് വെല്ല്, ഇതൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ ബോർഡിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം. അവർ റിബൺ കെട്ടി അതവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. സന്ദർശകർക്കൊന്നും അങ്ങോട്ട് പോകാൻ ഇപ്പോൾ നിർവാഹമില്ല, അനുമതിയില്ല. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത കാരണം ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടാർപ്പായൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട്. ഒരു 20-30 അടി താഴ്ചയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്, കുഴിച്ചെടുക്കലൊക്കെ നടക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയ ഹുമയൂൺ ടോംബ് കാണാം. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഹുമയൂൺ ടോംബ്. ഈ ടോംബിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴാണ് കാല് തെറ്റി വീണിട്ട് ഹുമയൂൺ മരണപ്പെടുന്നത്. ഇതിന് 4 പ്രവേശന കവാടമാണുള്ളത്. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയ ഒരു കിണറുണ്ട്. അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാവോലി എന്ന് പറഞ്ഞൊരു കിണറിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാവോലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെൽ എന്നാണ് അർത്ഥം. അപ്പോൾ മുകളിൽ നിന്ന് ആ കിണറിൻ്റെ താഴെ തട്ട് വരെ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇടുങ്ങിയൊരു കിണറാണ്, നിറച്ച് പടിക്കെട്ടുകളോട് കൂടിയൊരു കിണർ നമുക്കിവിടെ കാണാം. ഇപ്പൊ താഴത്തെ ഉള്ളിലേക്കൊന്നും പോകാൻ നിർവാഹമില്ല, അതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുമാതിരി ഇരുമ്പ് കമ്പികളെ കൊണ്ട് അതൊക്കെ ബന്ധിച്ചിരിക്കുകയാണ്. പണ്ട് പറയുന്നത് ഈ കൊട്ടാരത്തിലെ വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ഈ കിണറാണ് നിർവഹിച്ചിരുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കിണറാണ് ഈ ബാവോലി. കോട്ടയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ഇനിയും കുറേ കാഴ്ചകൾ മുന്നോട്ട് കാണാനുണ്ട്. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് പോലെ കഴിഞ്ഞിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ
ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റോഡ് കാണാം. രണ്ട് സൈഡും പനകളൊക്കെ വെച്ച് അതുമാതിരി രണ്ട് സൈഡും പുൽമൈതാനങ്ങളൊക്കെയാണ്. ആ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഹുമയൂൺ ദർവാസയിലേക്കാണ്. അപ്പം നമ്മൾ 3 എന്താ പറയുക ദർവാജയുടെ കാര്യം പറഞ്ഞു, അതായത് വാതിലുകൾ, കോട്ടവാതിലുകൾ. അതിൽ രണ്ടാമത്തെ കോട്ടവാതിൽ കാണാനാണ് നമ്മൾ പോണത്. ഹുമയൂൺ ദർവാജ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ എക്സ്കവേഷൻ്റെ ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ കണ്ട ഭാഗമല്ല, ഇത് അതിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ടാർപ്പായിട്ട് ഇവിടെയും മൂടി വെച്ചിട്ടുണ്ട്. അതുമാതിരി റിബൺ ഒക്കെ കെട്ടി ഇവിടെ വേറെ തിരിച്ചിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. കുറച്ച് കെട്ടിട അവശിഷ്ടങ്ങളൊക്കെ അവർ മണ്ണിൽ നിന്നൊക്കെ മാറ്റി എന്താ പറയുക നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, കുഴിച്ചെടുത്തിട്ടുള്ളതൊക്കെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം. ഒരു കെട്ടിട അവശിഷ്ടമോ എന്തോ ആണെന്ന് തോന്നുന്നു. കുറേ ഇഷ്ടികകളും കുറേ റൂം പോലെ തിരിച്ചതും എന്തൊക്കെയോ കാണുന്നുണ്ട്. എന്താണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്ത് വരാനുണ്ട്. കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇനി പോണത് നമ്മൾ ഹമാം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു, അവിടേക്കാണ്. പണ്ടൊരു ഹമാം സോപ്പ് കൊണ്ട് കുളിച്ചത് ഓർക്കുന്നുണ്ട്. ഇവിടെ ഹമാം എന്നർത്ഥം ഒരു കുളിക്കാൻ ഉപയോഗിക്കുന്ന മുറി എന്നാണ് ഇവിടെ അർത്ഥമുള്ളത്. അപ്പോൾ പണ്ട് ഇവിടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഇത് ടെറാക്കോട്ട പൈപ്പാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടാനോ എന്തൊക്കെയോ ആയിരുന്നിരിക്കണം. പിന്നെ ചൂടുവെള്ളം ചൂടാക്കാനുള്ള സംവിധാനം കുളിമുറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയൊരു സ്ഥലമാണിത്. ചെറിയ ചെറിയ റൂമുകളൊക്കെയാണ് ഇവിടെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുക. അപ്പം ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതുകൂടാതെ ബാക്കിയെല്ലാം അടഞ്ഞ രീതിയിലാണ്. ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാവാതിരിക്കാനായിരിക്കും ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് കയറി നോക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇതൊക്കെ പുരാതനമായ എന്താ പറയുക പുരാവസ്തുക്കളല്ലേ, ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും കയറാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ക്യാമറയിൽ പകർത്തുന്നുള്ളൂ. അപ്പോൾ ഹമാമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറേ ചവിട്ടുപടികൾ കാണാം മുകളിലേക്ക് കയറി പോകുന്നത്. അത് നേരെ ചെന്നെത്തുന്നത് ഹുമയൂൺ ദർവാജയിലേക്കാണ്. സാമാന്യം വലിയൊരു കവാടാണത്. ആ ഹുമയൂൺ ദർവാജയെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഈ ബോർഡിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഉപകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കിയാൽ ആ 2 മകുടങ്ങൾ കാണാം, ഗോപുരങ്ങൾ. അതുമാതിരി പ്രധാനമായ മെയിനായിട്ടുള്ള ഒരു കമാനം കാണാം. അതിന് 2 സൈഡിലോട്ടും നിറച്ച് ചെറിയ ചെറിയ കമാനങ്ങളോട് കൂടി വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണമാണത്. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് കുറേ ചവിട്ടുപടികളോട് കൂടിയ നിർമ്മിതിയാണ്. ഇത് താഴത്തെ നിലയാണ്. ഇതിന് മുകളിൽ ഒരു നിലയും കൂടി ഉണ്ട്. അങ്ങനെ 2 നിലകളിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ രീതിയിലാണ്. ആ മുകളിൽ കാണുന്ന ഗോപുരത്തിന് വലിയ ക്ഷതമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മേലെ ഉള്ളിലേക്ക് പോവാണ്. ആ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് അവിടെ കാണാം. അതൊക്കെ ഇഷ്ടിക വെച്ചിപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് വാതിലുണ്ടായിരുന്നു എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ 2 സൈഡിലും കാവൽക്കാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാതിരി ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം ഇവിടെയും ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ആ മുകളിലത്തെ ഗോപുരം മാത്രം ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കനത്ത തൂണുകളായിരുന്നു. അതിൻ്റെ താഴത്തെ ഭാഗം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ ഒരു നല്ലൊരു ടോയ്ലറ്റ് പണിതുണ്ട്. പുതിയതായിട്ട് പണിതാ തോന്നുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒന്ന് പോയി
രാവിലെ തൊട്ട് നടക്കുന്നതാണ്. ഒന്ന് ഫ്രഷായിട്ട് വന്നു. അപ്പം നമ്മൾ 2 കോട്ടവാതിൽ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കോട്ടവാതിലായ തലാക്കി ദർവാസയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഈ ബോർഡിൽ കാണാം. ഇപ്പം കാണുന്നതാണ് തലാക്കി ദർവാസ. അതിൻ്റെ മുന്നിൽ തന്നെ ഒരു നാരകവും നിൽപ്പുണ്ട്. നല്ല വടുകപ്പുളി നാരങ്ങയും വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് 3ാമത്തെ പ്രവേശന കവാടം. പക്ഷെ ഇപ്പൊ പ്രവേശനം ഇല്ല. ഇതും നേരത്തെ കണ്ട കവാടത്തിനോട് അതേപോലെയാണ് ഇതിന്റെ നിർമ്മിതി. അപ്പോൾ ഇതിനും മുകളിലും താഴെയായിട്ട് 2 നിലയുണ്ട്. അതുമാതിരി മുകളിലൊരു മകുടം കാണാം നമുക്ക്. ഇതിനൊന്നും വലിയ ക്ഷതം സംഭവിച്ചിട്ടില്ല. ഹുമയൂൺ ദർവാജ പോലെ അത്രയ്ക്ക് പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സാമാന്യം വലിയൊരു കോട്ടവാതിൽ കാണാം. ഇതാണ് തലാക്കി ദർവാജ. നല്ല കൂറ്റൻ മരവാതിലാണ്. ഇരുമ്പ് പട്ടകളൊക്കെ വെച്ച് നല്ല ബലത്തിലാണ് ഈ വാതിലിൻ്റെ നിർമ്മിതി. പറഞ്ഞു കേൾക്കണത് രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ ഈ വാതിൽ അടച്ചിടും എന്നാണ്. പിന്നെ രാജാവ് യുദ്ധം ജയിച്ചതിന് വന്നാലേ വാതിൽ തുറക്കും. അതുവരെ ആർക്കും ഇതുകൂടെ പ്രവേശനമില്ല എന്നാണ്. കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും നാരകത്തിൻ്റെ ചുവട്ടിലെത്തി. അറച്ച് പഴുത്ത് നിൽക്കുകയാണ് നാരകം, വടുകപ്പുളി നാരകം. താഴെയും കുറേ വീണ് കിടപ്പുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നിറച്ച് വടുകപ്പുളി നാരകം തന്നെയാണ്. അപ്പം അതിൻ്റെ ചുവട്ടുകൂടെയൊക്കെ കുറച്ച് നടന്നു. പക്ഷെ ഒരെണ്ണം പോലും നല്ലത് കിട്ടിയില്ല. എല്ലാം ചീഞ്ഞ അവസ്ഥയിലാണ് താഴെ കിടക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ എല്ലാം ഒരേപോലത്തെ കാഴ്ചകൾ തന്നെ. ആ കോട്ടയുടെ അവശിഷ്ടങ്ങളും അതുപോലെ ഒരേ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും. ചില ദിക്കിലൊക്കെ ഗേറ്റൊക്കെ വെച്ച് അതിൻ്റെ ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിരിക്കും പുറമേന്ന്. ഇവിടേക്ക് ഇരുമ്പ് വാതിലൊക്കെ വെച്ച് അതിന് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഓഫീസ് കെട്ടിടങ്ങളാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. അത് കാണാനാണ് പോണത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയി കണ്ടിട്ട് വന്നു. നമ്മൾ നേരത്തെ ആ ബോർഡിൽ കണ്ട ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അതായത് കുഴിച്ചെടുത്ത അതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. കുന്തിദേവിയുടെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പം ഇവിടുത്തെ ആൾക്കാർ പണ്ട് കാലം തൊട്ട് ഇവിടെ പൂജിച്ച് വരുന്നവരായ കാരണം അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പം അവരുടെ അനുവാദത്തോടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഈ അമ്പലമൊക്കെ ഒന്ന് കണ്ടു. ഇപ്പം നമ്മൾ തിരിച്ച് ബഡാ ദർവാസയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ കോട്ടയുടെ പുറത്താണ് വിശേഷങ്ങളൊക്കെ. ഈ കോട്ടയ്ക്ക് പുറത്ത് ഒരു കിടങ്ങുണ്ടായിരുന്നു. പണ്ട് വലിയൊരു കിടങ്ങുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറേ ഭാഗമൊക്കെ മൂടിപ്പോയിട്ട് ഒരു ചെറിയ തടാകം പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ആ തടാകത്തിലാണെങ്കിൽ സന്ദർശകർക്ക് ഒരു ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും ഇറങ്ങി പോകുന്നില്ല. ഇന്ന് ബോട്ടിംഗ് ഇല്ല, എന്തോ കാരണങ്ങൾ കൊണ്ട് ബോട്ടിംഗ് ഇല്ല. ഞങ്ങൾ പുറമേ നിന്നുള്ള ആ ദൃശ്യം ഒന്ന് പകർത്തുകയാണ്. അപ്പോൾ ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതോടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.